ഉടമ്പടി ചെയ്യണത് അതാണ്. നിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ ആയാലും നീ വിശ്വാസം സ്വീകരിച്ച ഒരു അവസ്ഥ, അതിനിപ്പോൾ ഒരു പ്രത്യേകമായ രീതി, നീ യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നിൻ്റെ ആത്മരക്ഷയ്ക്ക് അച്ചാരമായി. അത് വിശ്വാസം മൂലമുള്ള നിൻ്റെ ജ്ഞാനസ്നാനമാണത്. പക്ഷേ അത് നീ എന്ത് ചെയ്യണം? അതൊരു ഉടമ്പടിക്കാലം കഴിയുമ്പോൾ പിന്നെയും പണ്ടേ പഠിച്ചുണ്ടെങ്കിൽ ഒരു പറഞ്ഞ പോലെ പോരുത്. ആ കൃപയിൽ നിലനിൽക്കണം. അത് വീണ്ടും ഉജ്ജ്വലിപ്പിച്ച്, അത് പ്രോസസ് ആൻഡ് പ്രക്രിയയാണത്. വീണ്ടും ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങനെക്ക് വിശ്വാസം നൽകിയിട്ടുള്ള വരങ്ങളെ ഉജ്ജ്വലിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. വിശ്വാസ ജീവിതത്തില് എന്നെ ബലപ്പെടുത്തണമേ. വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്താൻ വേണ്ടി ലോകത്തിന്റെ ആൾക്കാരെ വൈറ്റാമിൻസാണ് കൊടുക്കണത്, അല്ലേ? നമ്മൾ ഡോക്ടറിനൊക്കെ ചെല്ലുമ്പോൾ ഒരു ചുമയും കൊരയൊക്കെ വന്ന് ന്യൂമോണിയ പനിയൊക്കെ വന്ന് പോകുമ്പോൾ ആശുപത്രി കിടന്നിട്ട് പോകുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? അങ്ങേർക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് ടോണിക്സ് നമുക്ക് തരും ഫ്രീ ആയിട്ട്. എന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇത് 2 സ്പൂൺ വെച്ച് കഴിച്ചിട്ട് നിങ്ങൾ ഒരു നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ പറയും. അത് ശാരീരികമായ ആരോഗ്യമാണ്. നഷ്ടപ്പെട്ട ആത്മീയ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് ഉള്ള ടോണിക്ക് വേറെയാണ്. അതിന് ബലം പ്രാപിക്കാനുള്ള ടോണിക്ക് വരും. ഇപ്പോൾ മെർലിൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ അമ്മുമ്മയും ഞാനുമായിട്ട് ഭയങ്കര സ്റ്റണ്ടാണ് വീട്ടിലെ. അമ്മുമ്മയും ഞാനും ഭയങ്കര ഇവർ തമ്മിൽ ഭയങ്കര ഏജ് ഗ്യാപ്പാണ്. ഇപ്പം ഞാനും അപ്പോച്ചനൊക്കെ ആയിട്ട് ഭയങ്കര ഏജ് ഗ്യാപ്പല്ലേ. ഞാൻ സിസ്റ്റർ കിടക്കുമ്പോൾ അപ്പോച്ചനും ജനിച്ചിട്ടില്ല. അപ്പം അത്രയും ഏജ് ഗ്യാപ്പുണ്ട്. ഏജ് ഗ്യാപ്പ് എപ്പോഴും ഒരു സഫറിങ്ങിൻ്റെ വിഷയമാണ്. അപ്പം അമ്മുമ്മ പറയണത് ഒന്നും മെർലിന് മനസ്സിലാകത്തില്ല, അമ്മുമ്മ പറയണത് ഒന്നും മനസ്സിലാകത്തില്ല. അമ്മുമ്മയും മെർലിനുമായിട്ട് ഇടിയാണ്. എന്നിട്ട് നടുക്ക് നിൽക്കണം അമ്മ നിന്ന് ചുറ്റിത്തിരിയാണ്. ഇപ്പം മെർലിൻ അവനെൻ്റെ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയണത്? അമ്മുമ്മ എന്ത് പറഞ്ഞാലും അമ്മുമ്മയെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ. എപ്പോഴും എനിക്കെതിരെയാണ് അമ്മമ്മ സംസാരിക്കണത്. അല്ലാതെ ആ വായി നല്ലതൊന്നും വരത്തില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അമ്മമ്മയെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചെന്ന്. ഇതാണ് വിഷയം. അതെന്താ വെച്ചാൽ അമ്മമ്മയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉൾക്കൊള്ളാനും. ഇപ്പോൾ അപ്പനും പറഞ്ഞു, ഞാനും മെർലിൻ കൂടിയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അമ്മയെന്നാണ് അയാൾ പറയണത്, അമ്മുമ്മയെന്നാണ് ഇവൾ പറയണത്. അവരുടെ കാര്യമൊക്കെ നോക്കണത് ഞാൻ അച്ഛനും കൂടിയാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ അതിലൂടെ ബലപ്പെടുകയാണ് ചെയ്യണത്. നമ്മൾ ആത്മീയ ബലം ആ രീതിയിൽ വരണതാണ്. നമ്മുടെ സഹനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ ബലക്കുറവുകൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കുന്ന വഴിയാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്. അതാണ് കൊളോസ്യസ് 1:11 എടുത്ത്. കൊളോസ്യസ് 1:11 സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എങ്ങനെയുണ്ട് പറയണ്ട? കേട്ടില്ലേ? സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. എന്തിനാ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലം പ്രാപിക്കാനാണ് എടുക്കണത്. ഉടമ്പടി എടുക്കണത് ബലം പ്രാപിക്കാനാണെങ്കിൽ ആ ബലം പ്രാപിക്കുന്നതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രക്രിയയിൽ സഹനമുണ്ട്, ക്ഷമയും ഉണ്ട്. മനസ്സിലായില്ലേ? കുടുംബത്തിലുള്ള വിഷയങ്ങളുടെ മേലെ ഒരു സഹനവും ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹത്തെ പ്രതി എടുക്കണം. പിന്നെന്താണ്? ഒരു ക്ഷമയുമുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹനത്തിൻ്റെ ദീർഘക്ഷമ, സഹനം റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ക്ഷമയെന്ന് പറയുന്നത്. ഇത് ആരുടെ പേരിലാണ്? ക്രിസ്തുവിൻ്റെ പേരിലാണ് എടുക്കുന്നത്. ഉടമ്പടി ഒരു ജീവിതമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് അമ്മയ്ക്കാണ്. ക്രിസ്തു വരെ അമ്മയെ ഡിസോൺ ചെയ്യും. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാലത്ത് വേപതനായിരിക്കേണ്ടവനാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ സഹനത്തോടെ ക്ഷമയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും, ബലം പ്രാപിക്കും. ദൈവത്തിൽ നിന്നുള്ള ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിച്ചാൽ പോലും ആ സഹനവും ക്ഷമയും നിങ്ങളെ ദൈവത്തിലുള്ള ബന്ധത്തിൽ ബലം പ്രാപിപ്പിക്കണം. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൈ ഇടത് കൈ നെഞ്ചത്ത് വെച്ച് വലത് കൈ ശിരസിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിലെയും രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിലുള്ളവരും ഇതേ തന്നെ ക്രിയകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ വചനം ഇത്രയും നേരം കേട്ടതാണ്. ഉടമ്പടിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ്. കർത്താവേ, അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമായിരിക്കുന്ന അങ്ങയുടെ സഭ അങ്ങേ നാഥനും രക്ഷകനും ഏറ്റുപറഞ്ഞുകൊണ്ട്
ശിരസിൽ അവരുടെ കൈകൾ വെച്ചിരിക്കുന്ന കർത്താവേ അവിടെ കൈകളെ കർത്താവ് നിന്റെ തിരുമുറുപാടുന്ന അണിപ്പെടുതാർന്ന അത്ഭുത കൈകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ വൈതാക്കാലം ദൈവികമായ സത്യം അവർക്ക് ആവശ്യിക്കണമേ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊസ്യങ്ങളിലും പെശുകളിലും രോഗാതുരമായ എല്ലാ പെശങ്ങളിലും കൊസ്യങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Suck with the precious blood, Lord, and peace of spirit. I command you in the name of Jesus Christ to be healed. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊണ്ട് യേശുവിന്റെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, വിസ ഒത്തുവരാത്തവര്, PR കിട്ടാത്തവര്, തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നവര്, കയറിപ്പോകാൻ ഉദ്യമിക്കുന്നവർ, ഇൻ്റർവ്യൂ ഉള്ളവർ, ടെസ്റ്റ് ഉള്ളവർ, PSC പോലുള്ള ടെസ്റ്റുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റാങ്ക് ലിസ്റ്റ് ഉള്ളവർ, അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, സാമ്പത്തിക കടമുള്ളവർ, വസ്തു വിൽക്കാൻ പോകുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, കല്യാണം വിടുവിക്കാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ദുർനടപ്പുള്ളവർ, തെറ്റായ പ്രണയത്തിൽ പെട്ടുപോയവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ കേസിലായവർ, പോസ്കോ പോലുള്ള കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, മറ്റു തരത്തിലുള്ള കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ, വരുമാനത്തിൻ്റെ മാർഗങ്ങൾ, കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചിട്ടുള്ളവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി ഇടിമുഴക്കാൻ പോലെ സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ, അങ്ങനെ തിരുമുറവാർന്ന് വലതുകരം മക്കളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീട് കർത്താവേ, ജീവിക്കാനുള്ള മാർഗമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, വരാത്തവർ കർത്താവ്, വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ, കുടുംബസമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശതാധിപനെ പോലെ ദൈവസ്നേഹത്തോടെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഈശോയ്ക്ക് സ്വീകാര്യമായൊരു ഭവനം, ദൈവത്തിൻ്റെ കൂടാരം നിർമ്മിച്ചുകൊണ്ട് കൃപയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ ആവേ മരിയ.
അറിയിപ്പുകൾ ഒക്ടോബർ 26 തീയതിയാണ്